വലിയ ഉഷാറുള്ള കുടുംബമായിരുന്നു, നല്ല പൈസയുടെ കാര്യമുണ്ട്. പക്ഷെ പെണ്ണ് പിന്നെ വേണ്ട, അവൾ പോയി. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലാണ്. ഇന്നലെ ഒരാളിനോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരാൾ വലിയ കുടുംബം, അതായത് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പോയി പോയതല്ല. ആൺകുട്ടികൾ, നല്ല കുടുംബം, നല്ല റാഹത്ത്, വീട്, സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷെ ഓക്ക് പിന്നെ വേണ്ട. എന്നിട്ട് ഒന്നുമില്ലാത്ത തിണ്ടി നടക്കണ പിന്നാലെ നടക്കും. ഓനൊരു പണിയില്ല, കാര്യമല്ല, MD അടിച്ചു നടക്കണ പോലെ പിന്നാലെ നടക്കാർ. രാജകൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ജീവിക്കണ പെൺകുട്ടികൾ. ഞാൻ മക്കളുണ്ട് +2 പഠിക്കണ, കേട് കഴിഞ്ഞല്ലോ. ഒരു +2 പഠിക്കണ ഒരു മക്കൾ, ഒരു ആൺകുട്ടി ഒരു പെണ്ണിനുണ്ടായാൽ ആ കുട്ടിയുടെ കേട് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതിങ്ങോട്ട് വരുമാനം വാങ്ങിയേക്കാനേ ഉള്ളൂ. എന്താണെങ്കിലും വാപ്പാക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ആവറേജ് 90% കുട്ടികളും ആർക്ക് കൊടുക്കുമല്ലോ, ഉമ്മ നോക്കുമല്ലോ. വാപ്പാനെ നോക്കാൻ നേരമെങ്കിലും ഉമ്മ നോക്കും. അപ്പോൾ എന്നിട്ടും വേണ്ട. എന്നിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്രയും വലിയ മക്കളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ഒഴിവാക്കി പോവുക. അത് പുതിയ കാലത്തിൻ്റെ ട്രെൻഡാണ്. فلكل وقت زفرة بعد زفرة فبرهان هذا الصدر كالشمس في الأفق. ഫലി എനിക്കുണ്ട് കുല്ല വഖത്തിൻ, എല്ലാ നേരത്തും സഫ്രത്തുൻ, ഒരു സഫ്രത്ത്. സഫ്രത്ത് എന്ന് പറഞ്ഞാൽ ബഅദ സഫ്രത്തിന്, ഒരു സഫ്രത്തിന് ശേഷം മറ്റൊരു സഫ്രത്ത്. സർഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മനിശ്വാസം. എനിക്കൊരു ആത്മനിശ്വാസമുണ്ട്, അതായത് നബിയെ ഓർത്തിട്ട് അങ്ങനെ ആത്മവിശ്വാസം. ഇതിനാണ് സഫ്രത്താകുക. അതായത് ഞാൻ നബിയെ കണ്ട പിന്നെ നേരം ഇത് പറഞ്ഞ് ഒത്തിരിക്കുക. ഞാൻ ഇടയ്ക്ക് നബിയെ സ്വപ്നം കണ്ടു, പിന്നെ ബാക്കിയുള്ള നേരത്തെ യാഹോ എന്ന് പറയുന്ന പണി തന്നെ എനിക്ക്. ഫലി എനിക്കൊണ്ട് കുല്ല വഖത്തിൻ്റെ എല്ലാം നേരത്തെ സഫ്രത്ത് പറഞ്ഞാൽ തന്നെ അത് തന്നെ സഫ്രത്ത്. അത് ഓർക്കുക, പിന്നെ ഇങ്ങനെ പറയാം എന്ന് പറയാം, എന്ന് പറയാം. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിസുന്ദരിയായ തൻ്റെ ഭാര്യയെ നാട്ടിൽ വിട്ടിട്ട് കല്യാണം കഴിച്ചതിൻ്റെ ഒരാഴ്ച ഓളയും കൊണ്ട് നാടാകെ ചുറ്റി നടന്നിട്ട് പിന്നെ 8ാം ദിവസം ദുബായിക്ക് പോയ ഒരുത്തൻ ഉണ്ടാവുമല്ലോ, എയർപോർട്ടിൽ ഇരുന്നിട്ട് നിറയെ ഇരുത്തം. അതിനെന്നെ സഫ്രത്ത് അറിയാം. 4 ആഴ്ച കഴിഞ്ഞിട്ടല്ല, 4 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാം വന്ന് നന്നായി അതാ സഫ്രത്ത്. സഫ്രത്ത് പറഞ്ഞാൽ ആ ചിന്ത, ആ വാക്ക്, ആ സ്വരം. ഫലി എനിക്കൊണ്ട് കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും സഫ്രത്തുൻ ബഅദ സഫ്രത്തിൻ, ഒരു ആത്മകഥമുണ്ട്, ഒരു എന്താ പറയുക, ഓർത്തോർത്തുള്ളൊരു ആത്മകഥമുണ്ട്. ഫബുർഹാനു ഹാദ സദ്രി, ഫബുർഹാൻ ഈ നെഞ്ചിൻ്റെ ഉള്ളിൽ നബിയോട് സ്നേഹമുണ്ട് എന്നതിനുള്ള തെളിവ് കശംസി ഫിൽ ഉഫ്ഖി, ചക്രവാളത്തിലെ സൂര്യനെ പോലെ ആർക്കും മനസ്സിലാവും. എന്നെ കണ്ടവർക്കറിയാം എനിക്ക് നബിയോട് സ്നേഹമുണ്ട്, അതിന് ഞാൻ തെളിവ് പറയേണ്ട ആവശ്യമില്ല. ഫബുർഹാനു ഹാദ സദ്രി, ഈ നെഞ്ചിൽ നബിയുണ്ട് എന്നതിനുള്ള തെളിവ് കശംസി ഫിൽ ഉഫ്ഖി, ചക്രവാളത്തിലെ സൂര്യനെ പോലെയാണ്. ചക്രവാളത്തിലെ സൂര്യനെ ഒരാൾ കാണിച്ചു കൊടുക്കണ്ടല്ലോ, ആർക്കും നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയാണ് എനിക്ക് നബിയോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോട് പ്രേമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾ സത്യവാനാണെന്ന് അയാളോട് വേറൊരാൾ പറയേണ്ടതില്ല. ഇപ്പം നമ്മൾ പറയല്ലോ ഞാൻ സത്യസന്ധനാണെന്ന് ഓൻ പറയേണ്ട ആവശ്യമില്ല. ഓൻ പറയല് മോശപ്പെട്ട വാക്കാണ്. അത് അവനെ കണ്ടൊരാൾക്ക് മനസ്സിലാവും സത്യവാനാണ്, അവൻ ആത്മാർത്ഥത ഉള്ളവനാണെന്ന് അവനെ കണ്ട മനസ്സിലാവും. അപ്പൊ എനിക്ക് നബിയോൽ ഫബുർഹാൻ ഹാദ സുദ്രി, ഈ നെഞ്ചിന്റെ ലക്ഷ്യം കശംസി, ഈ നെഞ്ചിൽ നബിയുണ്ട് എന്നതിനുള്ള തെളിവ് കശംസി ഫിൽ ഉഫുഖി, ചക്രവാളത്തിലെ സൂര്യനെ പോലെ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മനോ ചിന്തിക്കണം, ചിന്തിക്കുക. അല്ലാഹു തആല അല്ലാഹുവിനെ പൊരുത്തം നമുക്കൊക്കെ തരട്ടെ. ചിന്തിക്കുക. ഉറങ്ങരുത് കേട്ടോ. ഉറങ്ങുന്ന ആളുകളെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഉറങ്ങരുത്. രാവിലെ വന്നിട്ട് ഇവിടെ കുത്തിരുന്ന് ഉറങ്ങരുത്. ഉറങ്ങണവർ ഇങ്ങോട്ട് വരും ചെയ്യരുത്. ഉറങ്ങാനായിട്ട് വരരുത്. രാവിലെ വന്ന് ഉറങ്ങരുത്.
അത്രയും വലിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതെങ്ങനെയെങ്കിലും തലയിലൊന്ന് കയറി കിട്ടി നമ്മൾ രക്ഷപ്പെടും. പിന്നെ فلكل وقت زفرة بعد زفرة فبرهان هذا الصدر كالشمس في الأفق طويل البكاء باد الظنا مضرم الحشا فينسيك ما به حالة السحق والمحق. തൊവീലുൽ ബുക്കാ, നീണ്ട കരച്ചിൽ, ബാദിൽ വ്യക്തമായ കഷ്ടപ്പാട്, മുദറമുൽ ഹഷ, ഉള്ളിലുള്ള തീക്കനൽ, ഫയുൻസീക മാബി, അത് നിന്നെ മറപ്പിച്ചു കളയും, മാബി എന്നിലുള്ള കാര്യം, ഹാലത്ത സഹഖ് വൽ മഹഖ്. സഹഖ് മഹഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നബിയിൽ ലയിച്ചു ചേരുന്ന സന്ദർഭത്തിൽ സഹഖ് മഹഖ്, സഹഖ് മഹഖാണ് നബിയിൽ ലയിച്ചു ചേരുക, ഞാൻ ഇല്ലാതെയാവുക, നബിയിൽ സ്വയം നശിക്കുക. ആ സന്ദർഭത്തിൽ അത് കണ്ടാൽ മറ്റൊന്നും നിനക്ക് ഓർക്കാൻ തന്നെ കഴിയില്ല. നീ എന്നെ കാണേണ്ടതുപോലെ കണ്ടാൽ മറ്റു കാര്യം നിന്നെ മറപ്പിച്ചു കളയും. തൊവീലുൽ ബുക്ക, നീണ്ട കരച്ചിൽ, ബാദിൽദന, വ്യക്തമായ കഷ്ടപ്പാട്, മുദറമുൽ ഹഷാം, ഉള്ളിലുള്ള നീറ്റൽ, ഫയുൻസീക, അത് നിന്നെ മറപ്പിച്ചു കളയും, മാബി എന്നിലുള്ള കാര്യം, ഫയുൻസീക നിന്നെ മറപ്പിച്ചു കളയും, മാബി മാബി എന്നിലുള്ള കാര്യം, ഹാലത്ത സഹഖ് വൽ മഹഖ്, ഞാൻ നബിയിൽ ലയിച്ചു ചേർന്ന സന്ദർഭത്തിൽ എന്നിലുള്ള ഈ കാര്യം നിന്നെ മറപ്പിച്ചു കളയും. ഇതൊക്കെ എനിക്കുണ്ട് എന്നർത്ഥം. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഏതെല്ലാം? തൊവീലുൽ ബുക, ദീർഘമായ കരച്ചിൽ, കണ്ണുനീര് കൂടുകൂടാ വരും. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ കരച്ചിൽ വരും. അതുകൊണ്ടാണ് എല്ലാ മുഹബ്ബീങ്ങളും കരഞ്ഞത്. അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്ത ദമൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഇത് പ്രേമാണ്. നബിയെ ഓർത്തവർ കരഞ്ഞു. ഹിജ്റ 7-ാം നൂറ്റാണ്ട്, പിന്നെ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞു, പിന്നെ ഹിജ്റ 13-ാം നൂറ്റാണ്ട്. ഹിജ്റ 13-ാം നൂറ്റാണ്ടിലാണ് ആര് വരുന്നത്? ഉമർ ഖാദി. ഇതന്നെ വാക്ക്, ഇതന്നെ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തിട്ടുള്ള കരച്ചിൽ. ബുർദ തുടങ്ങിയത് അങ്ങനെയാണ്. തന്നെയാണ് ഉമർ ഖാദിക്ക്. എല്ലാവർക്കും അങ്ങനെയാണ്. നബിയെ ഓർത്താൽ ഒരു കരഞ്ഞു, ആ കരച്ചിൽ മാത്രമായിരിക്കും. ത്വവീലുൽ ബുകാ ബാദിൽ ലനാ മുദ്റമുൽ ഹശാ ഫയുൻസീക മാ ബി ഹാലത്ത സഹഖ് വൽ മഹഖ് ബഖൈതു فأفنيت الدمع فما البكاء سوى هالة للقلب من حرقة الشوق من حرقة كبرية بقيت ഞാൻ കരഞ്ഞു, ഫഅഫ്നൈതു ഞാൻ നശിപ്പിച്ചു, അദ്ദുമുഅ കണ്ണുനീർ തുള്ളികളെ. ഞാൻ എത്രയാ കരഞ്ഞത്, ഞാൻ എത്രയാ കണ്ണുനീർ തുള്ളി ഒഴിവാക്കിയത്. ബഖൈതു ഞാൻ കരഞ്ഞു, ഫഅഫ്നൈതു ഞാൻ നശിപ്പിച്ചു കളഞ്ഞു, അദ്ദുമുഅ കണ്ണുനീർ തുള്ളികളെ ധാരാളം. ഫമൽ ബുക, ആ കരച്ചിലല്ല, സിവാ ഹാലത്തിൽ ലിൽ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയല്ലാതെ ഒന്നുമില്ല. എന്തിനാൽ വരുന്നൊരവസ്ഥ? എനിക്ക് കണ്ണുനീരില്ലാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണത്. അതായത് എപ്പോഴെങ്കിലും വരുന്നാൽ എൻ്റെ ഹൃദയത്തിനുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അത് ഇല്ലാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അതുപോലെ മിൻ ഹുർഖത്തി ഷൗഖി, പ്രേമത്തിൻ്റെ കരിയലിനാൽ. ഹർക്കത്ത് ഹുർക്കത്ത് രണ്ടും പറയാം. ഷൗക്ക് പ്രേമത്തിൻ്റെ കരിയൽ. മനസ്സിലായില്ല? കരിയ പ്രേമത്തിനാൽ സ്വയം കരിയുന്നതിനാലാണ് ഞാൻ എന്ത് ചെയ്യണത്? മനസ്സിലായില്ല? കരിയ, പ്രേമം കൊണ്ട് ഉള്ളു കരിയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കരയും. ഹുർക്കത്ത് ഹറക്കാന്നറിയില്ലേ? മനസ്സിലായ? ഹറക്ക എന്ന് പറഞ്ഞാൽ എന്താ? കരിപ്പിച്ച് കളഞ്ഞു, കരിച്ചു. ഇത് പ്രേമത്തിൻ്റെ കരിച്ചിൽ. പ്രേമം കൊണ്ട് ഞാൻ ഉരുകി കരിയാണ്. അതിനാൽ കണ്ണുനീര് ഒഴുകാണ്. ആരോട്? അതിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്. എനിക്ക് കരയാതിരിക്കാൻ കഴിയില്ല. നബിയെ ഓർത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാനാണ് ഈ മഹാൻ. എൻ്റെ ആൾ ഭയങ്കര
بكيت فافنيت الدموع فما البكاء سوى حالة للقلب من حرقة الشوق على جالس المختار بالحب معرضا عن الغيد تأتي للمطالب من فوق على أريق جالس المختار നീ നബിയുടെ കൂടെ പോയി ഒന്നിരിക്കട ചങ്ങാതി ബിൽഹുബി പ്രേമം കൊണ്ട് പ്രേമത്തോടുകൂടെ നബിയുടെ അടുത്തൊന്ന് പോയിരിക്കുക. നബിയുടെ അടുത്ത് പോയിരിക്കുക, നബിയെ ഓർത്തുകൊണ്ടിരിക്കുക, നബിക്ക് സ്വലാത്തില്ലിരിക്കുക, നബിയെ ഓർത്തോണ്ട് സ്വലാത്തില്ല, അങ്ങനെ ഒന്ന് ഇരുന്നോക്ക്. അപ്പം നീ ജാലിസ് നീ ഇരിക്ക്. ആരോട് കൂടെ ഇരിക്കുക? അൽ മുഖ്താറ, മുഖ്താറിനോട് കൂടെ ഇരിക്ക്. ആരാ മുഖ്താർ? ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ആള് അതാരാ? റസൂലുള്ളാഹ്. അല്ല അറിയുക ജാലിസിൽ മുഖ്താറ, മുഖ്താറായ നബിയോട് നീ നബിയുടെ കൂടെ ഇരിക്കും. എന്തുകൊണ്ട് കൂടെ ഇരിക്കും? ബിൽഹുബി പ്രേമത്തോടു കൂടെ കൂടെ ഇരിക്കും. മുഅരിളൻ അനിൽ ഗൈദി സുന്ദരിയെ തൊട്ട് ഒഴിവായവനായ നിലയിൽ. എൻ്റെ പെണ്ണുങ്ങളും അവളെ സൗന്ദര്യമൊക്കെ മറന്നള, എന്നിട്ട് ആരെ അടുത്ത് പോയിരിക്കും? റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കാന്ന് പറഞ്ഞാൽ വേറെ എടുക്കുമ്പോണ്ടാ, നിന്റെ വീട്ടിൽ തന്നെ ഇരിക്കാം. നിന്റെ ചിന്തയിൽ ഓളില്ല, നിന്റെ ചിന്തയിൽ ആര് മാത്രം? അപ്പൊ നിനക്കെത്തും. എന്തിനെ എത്തും? ലിൽ മത്താലിബി, നീ ഉദ്ദേശ കാര്യങ്ങളൊക്കെ എത്തും. മിൻ ഫൗഖി, മുകളിൽ കൂടെ. പിന്നെ ഒന്നും നിനക്ക് കിട്ടാത്തുണ്ടാവില്ല. നീ എന്താ ആഗ്രഹിച്ചാൽ ഒക്കെ നടക്കും. മനസ്സിലായില്ല? ആരാനോട് പോയി കെഞ്ചണ്ട. നീ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിനക്ക് കിട്ടും. നിനക്കെത്തും. ലിൽ മത്താലിബി, മത്താലിബിനെ നീ എത്തിക്കും. മത്താലിബുകളെ നീ എത്തിക്കും. നീ ആഗ്രഹിച്ച് തേടുന്ന കാര്യങ്ങളൊക്കെ നീ എത്തിക്കും. മിൻ ഫൗഖ്, മിൻ ഫൗഖ്, മുകളിൽ. മനസ്സിലായില്ല? എവിടെ എയിലെത്തും? മുകളിലൂടെ എത്തും. ആര് തരുന്ന അർത്ഥം? അള്ളാഹു തരും. നീ നബിയെ പ്രേമിക്കേണ്ടതുപോലെ പ്രേമിച്ചാൽ. എന്താ കാര്യം നമുക്ക് നടക്കാത്തത്? റസൂലുള്ളാഹിയോട് നമുക്ക് പ്രേമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കേണ്ടതുപോലെ പ്രേമിച്ചാൽ നീ എത്തിക്കും. എന്തിനെ എത്തിക്കും? ലിൽ മത്താലിബി, തേടുന്ന കാര്യങ്ങളെയൊക്കെ എത്തിക്കും. എതിലെത്തിക്കും? മിൻ ഫൗഖ്, മുകളിലൂടെ എത്തിക്കും. എന്താണോ ആഗ്രഹിച്ചാൽ അതൊക്കെ നടക്കും. പക്ഷേ ജാലിസിൽ മുഖ്താർ, നീ എപ്പോഴും ആരെ കൂടെ ഇരിക്കണം? അനിൽ ഗൈദി, സുന്ദരിയായ നിന്റെ പെണ്ണിനിട്ട് ഒഴിവാക്ക്. ഓളെ സൗന്ദര്യം നോക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അയിത്തം തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. അല്ല ജാലിസിൽ മുഖ്താർ ബിൽ ഹുബി, പ്രേമത്തോടുകൂടെ നബിയുടെ അടുത്ത് പോയിരിക്ക്. മുഅരിളൻ അനിൽ ഗൈദി, ഓള് കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ എന്നെ ഒഴിവാക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഒഴിവാക്കുന്ന വലിയ ലൈസൻസും ഇല്ല. ഞാനിപ്പോൾ ഈ ആഴ്ച ഒരു 3 ആളെങ്കിലും എൻ്റെ പെണ്ണുങ്ങളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ കേട്ടിട്ടുണ്ട്. എൻ്റെ പെണ്ണുങ്ങൾ എന്നെ ഒഴിവാക്കിയതിപ്പം ഈ ആഴ്ച പറഞ്ഞിട്ട് ഇപ്പോൾ 3 ആളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരാൾ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു ഒരാൾ. മക്കളുണ്ട്, വലിയ മക്കളുണ്ട്. ഒരു മകൻ +2 പഠിക്കുക. വലിയ ഉഷാറുള്ള കുടുംബമായിരുന്നു, നല്ല പൈസയുണ്ട്, കാര്യമുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇന്നെ വേണ്ട. അവൾ പോയി. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലാണ്. ഇന്നലെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ. വലിയ കുടുംബം, അതായത് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പോയതല്ല. ആൺകുട്ടികൾ, നല്ല കുടുംബം, നല്ല റാഹത്ത്, വീട്, സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷെ ഓക്കിപ്പനെ വേണ്ട. എന്നിട്ട് ഒന്നുമില്ലാത്ത തിണ്ടി നടക്കണ പോലെ പിന്നാലെ നടക്കും. ഓനൊരു പണിയില്ല, കാര്യമല്ല, MDM അടിച്ചു നടക്കണ പോലെ പിന്നാലെ നടക്കാറ്. രാജകൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ജീവിക്കണം പെൺകുട്ടികൾ. മക്കളുണ്ട് +2 പഠിക്കണ, കേട് കഴിഞ്ഞല്ലോ. ഒരു +2 പഠിക്കണ ഒരു മക്കൾ, ഒരു ആൺകുട്ടി ഒരു പെണ്ണിനുണ്ടായാൽ ആ കുട്ടിയുടെ കേട് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമാനം വാങ്ങിയേക്കാനേ ഉള്ളൂ. എന്താണെങ്കിലും വാപ്പാക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ആവറേജ് 90% കുട്ടികളും ആർക്കും കൊടുക്കുമല്ലോ. ഉമ്മ നോക്കുമല്ലോ. വാപ്പാനെ നോക്കാൻ നേരം വയ്ക്കാനും ഉമ്മ നോക്കും. അപ്പോൾ എന്നിട്ടും വേണ്ട. എന്നിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്രയും വലിയ മക്കളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ഒഴിവാക്കി പോവുക. അത് പുതിയ കാലത്തിൻ്റെ ട്രെൻഡാണ്. പെണ്ണുങ്ങൾക്കാണുങ്ങളെ വേണ്ട, ഭർത്താവിനെ വേണ്ട. അതേ പുതിയ കാലത്തിൻ്റെ രീതിയാണ്. എൻ്റെ പെണ്ണുങ്ങൾ എന്നെ ഒഴിവാക്കണില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ
ഇന്നത്തേക്ക് നാളത്തിന് അൽഹംദുലില്ലാ ഇപ്പം പറയണ്ട, കാരണം നാളെ ഒഴിവാക്കില്ല എന്നുള്ള കാര്യം. ഇന്നത്തിന് അൽഹംദുലില്ലാ നാളെ അത്രേ ഉള്ളൂ. കാലം മാറി, ലോകം മാറി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഇവളെ കെട്ടിപ്പൂട്ടി അങ്ങനെ ഇരുന്നോ? ഏതായാലും ഒരു ദിവസം ഓള് കെട്ടേച്ച് പോകും, പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കേണ്ടി വരും. അതേസമയത്ത് ജാലിസിൽ മുഖ്താറിൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ മുകളിൽ നിന്ന് ഉദ്ദേശമില്ല, മുകളിൽ നിന്ന് വരും, മുകളിലൂടെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തരും എന്നർത്ഥം. അതിനർത്ഥം പെണ്ണുങ്ങൾ ഒഴിവാക്കണമെന്നൊന്നുമല്ല, ഒഴിവാക്കേണ്ടതൊന്നുമല്ല ഒന്നും എനിക്കറിയില്ല. അതൊന്നും സമ്പൂർണ്ണമായ ലക്ഷ്യമല്ല എന്ന് എനിക്കറിയാം. നമ്മൾ അതിൻ്റെയൊക്കെ ഹബ്സിലാണ്, ദുനിയാവിൻ്റെ ഹബ്സിലാണ്. അനിൽ ഗൈദി സുന്ദരിയായ പെൺകുട്ടി. ലജാലിസിൽ മുഖ്താറ ബിൽ ഹുബ്ബി മുഅരിളൻ, നീ ഒഴിവാക്കി തിരിഞ്ഞു കളയുന്നവനായ നിലയിൽ അനിൽ ഗൈദി സുന്ദരിയായ പെൺകുട്ടിയെ തൊട്ട്, സുന്ദരിയായ പെൺകുട്ടിയെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനായ നിലയിൽ പ്രേമം കൊണ്ട് നീ ആരെ കൂടെ ഇരിക്കുക? റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്നാൽ തെത്തി നീ എത്തിക്കും ലിൽ മത്താലിബി, ഉദ്ദേശ കാര്യങ്ങളൊക്കെ എത്തിക്കും മിൻ ഫൗഖിൻ, മുകളിലൂടെ. ഫതഅലം, നീ മനസ്സിലാക്കിക്കോ, അൻ കുല്ലു ബൈളാഅ ശഹ്മ, എല്ലാ വെളുപ്പും സൗന്ദര്യമല്ല. വസഹ്ബാഅ ഖംറൻ, എല്ലാ വീഞ്ഞും മദ്യവുമല്ല. എല്ലാ വെളുപ്പും സൗന്ദര്യമല്ല, എല്ലാ വീഞ്ഞും മദ്യവുമല്ല. നീ മനസ്സിലായിക്കോ, എല്ലാ വെളുപ്പും സൗന്ദര്യമല്ല, എല്ലാ വീഞ്ഞും കള്ളുമല്ല. കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുടെ അടുക്കൽ, കാര്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വെളുപ്പൊക്കെ സൗന്ദര്യമായി അനുഭവപ്പെടൂല. ഇജിപ്പം എൻ്റെ വെളുത്ത പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇജിപ്പം നബിനെ പ്രേമിക്കാത്തത്. ഓളെ കെട്ടിപ്പൊട്ടി കൊടുത്തിരുന്നു. അപ്പോൾ താലം നീ അറിഞ്ഞോ, അന്നക്കുൽ അൻ 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 നഫിൻ്റെ അന്ന അൻ അൻ കുല്ലു ബൈളാ ഫതഅലം അൻ കുല്ലു അൻ മാ കുല്ലു ബൈളാ ശഹ്മതൻ وسهباء خمرا عند ذي الميز والفرق. فتعلم നീ അറിഞ്ഞോ, അൻമാ കുല്ലു ബൈളാ, അൻ കാര്യം, മാ കുല്ലു ബൈളാ ശഹ്മ, മാ കുല്ലു ബൈളാ അൻ കാര്യം, മാ കുല്ലു ബൈളാ ആ വെള്ള സൗന്ദര്യമെല്ലാം അല്ല, എന്തല്ല ഷഹ്മ, അത് സൗന്ദര്യമാണില്ല എന്ന് മനസ്സിലായിക്കോ. ബൈളാ എല്ലാം, വെളുപ്പെല്ലാം വെളുത്തൊരു കോലുണ്ടായി നിർത്തി അത് സൗന്ദര്യമാണെന്ന് നീ മനസ്സിലാക്കണ്ട. സൗന്ദര്യം അതിൻ്റെ അപ്പുറത്താണ്, അത് ഹബീബ നബിയാണ്. സഹ്ബാ ഖംറൻ, വീഞ്ഞ് കള്ളാണെന്ന് മനസ്സിലാക്കണ്ട. കള്ള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു കള്ളുണ്ട്, കള്ളിൻ്റെ അപ്പുറത്തൊരു കള്ളുണ്ട്, അതാണ് യഥാർത്ഥ കള്ള്. ഇത് ഹറാമായ കള്ള, ഞാൻ ഹലാലായ കള്ളുണ്ട്. ഹലാലായ കള്ളെന്താ? പ്രേമാണ്. سقاني الحب كأسا بعد كأسي فما نفذ الشراب وما رواني. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ് മുമ്പായിരിക്കും ആ കവിത ഒന്ന് ചൊല്ലിയിട്ടുണ്ട്, ഓർമ്മയുണ്ട്. സഖാനിൽ ഹുബ്ബു കഅസൻ ബഅദ കഅസിൻ, ചഷകം ഒന്നിന് പിറകെ ഒന്ന് എന്നെ പ്രേമം എന്നെ കുടിപ്പിച്ചു. ഒരു ചഷകം കഴിഞ്ഞപ്പോൾ അടുത്ത ഫമാ നഫദ ശറാബു, പാനീയം തീർന്നില്ല. ഫമാ റവാനി, എൻ്റെ ദാഹം അടങ്ങിയതുമില്ല. കള്ള് നിറഞ്ഞതിനാണ് കേസ് അറിയാം. കള്ള് നിറഞ്ഞ ഒരു പാത്രത്തിനാണ് കേസ് അറിയാം, അതാണ് ചഷകം. അപ്പം എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ പറഞ്ഞ അർത്ഥം? ഇത് പ്രേമത്തിൻ്റെ കള്ളാണ് യഥാർത്ഥ തള്ള്. അല്ലാതെ മുന്തിരിച്ചാറ് മുഴുവനും കൂടി കള്ളാണെന്ന് മനസ്സിലാക്കണ്ട. അതിൻ്റെ അപ്പുറത്തൊരു കള്ളുണ്ട്, അതെന്ത് കള്ളാണ്? അത് തലേ കയറിയ പിന്നെ ബുദ്ധി ഉണ്ടാവില്ല. നബിയെ പ്രേമിച്ച ഒരാൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. ഏത് ബുദ്ധി ഉണ്ടാവില്ല? ദുന്യാവിൻ്റെ ബുദ്ധിയാണ് ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം മനസ്സിലായില്ല.
ഒരു കാര്യത്തിൽ നമുക്കൊരു ഒരു ഒരു ആഗ്രഹം വന്നാൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പോൾ ഒരുത്തന് എന്തുണ്ട്, ഭയങ്കര പിന്നെ എന്താ കച്ചവടം, അതും ഇതും ഹോൾസെയിലും റീറ്റെയിലും, അങ്ങനെ വൈകുന്നേരമായ ഓൻ എൻ്റെ വലിയ മുതലാളിയാണ്. ഓൻ വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ഒരു പീടിയിൽ പോയി അവിടുത്തെ കണക്കെടുത്ത് നോക്കി അതിൻ്റെ പൈസ അങ്ങനെയുണ്ട്, അടക്കേണ്ട പൈസ ബാങ്കിലേക്ക് കൊടുത്തയച്ച് ഇങ്ങനെ പിന്നെ അടുത്ത പീടിയിൽ പോയി. അങ്ങനെ പീടികകളിൽ നിന്ന് പീടികയിലേക്ക് 4, 5, 8, 10ൻ്റെ എല്ലാ പീടിയൻ്റെ കണക്ക് നോക്കി എഴുതി കുത്തി നമുക്ക് 12 മണി ചെയ്യും. ഓൻ ഏറ്റവും ഇഷ്ടമാണ് എന്ത്, പൈസ. അന്നാണോ പെണ്ണെട്ടി. കല്യാണം ഉച്ചക്ക് കഴിഞ്ഞു. അന്ന് വൈകുന്നേരവും ഈ പേനിയും കടലാസ് എടുത്താണ്ട് കണക്കൂട്ടാൻ പോയാലോ. മനസ്സിലായില്ല. അപ്പോനെ മനസ്സിലാക്കുക. അപ്പോനെ പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓനെ പെണ്ണെട്ടാൻ പറ്റൂല. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അന്ന് ഓൻ കണക്ക് കൂട്ടാൻ പോകൂല. ആരോട് പ്രേമുണ്ടെങ്കിൽ ഭാര്യയോട് പ്രേമുണ്ടെങ്കിൽ, പെണ്ണ് ആഗ്രഹിച്ച് കിട്ടിയതാണെങ്കിൽ, അല്ലാതെ പൊരയിൽ ആളില്ലാത്തതിൻ്റെ പേര് കിട്ടിയതാണെങ്കിൽ പോകും. ആഗ്രഹിച്ച് കിട്ടിയതാണെങ്കിൽ ഓൻ അന്ന് പെണ്ണുങ്ങളെടുത്താണ് പോവുക. ഒരു ഭക്ഷണം ചെറിയതായി കഴിച്ചൊന്ന് വരുത്തി ഓളെ റൂമിലേക്ക് പോയി വാതിലടച്ച്. അതേസമയത്ത് ഇവൻ അറിയുകയും ചെയ്യാം, ഇന്ന് മാനേജർ കുറച്ച് പൈസ കക്കും. മനസ്സിലായില്ല. 4 പീടിയിലും മാനേജറെ പറ്റി ഓൻ അന്ന് എന്ത് ചിന്തിക്കുന്നുണ്ടാവും? ഒരു വേള എൻ്റെ മനസ്സിൽ എന്ത് വരും? ഇന്ന് പോലും നല്ല കിട്ടലേ കാലം, ഞാനൊന്ന് ഒഴിയാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോഴും എന്ത് വിചാരിക്കും? അതൊന്നും ഒരു നഷ്ടമല്ല, അന്നും വിഷയമല്ല. അതൊരു വിഷയം തന്നെയല്ല. വിറ്റേന്ന് കണക്ക് നോക്കുമ്പോൾ സത്യത്തിൽ നല്ല കക്കൽ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ല. ഓരോ പീടിയിലും 1,00,000, 1,00,000, 1,50,000 ഒരു കാണില്ല. പൈസ ഇല്ല. 5 ലക്ഷം ഉറുപ്പ്യ രാത്രിയോടെ പോയി കിട്ടി, എന്നാലും വേണ്ടില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കും? അതൊക്കെ ഇത് പറഞ്ഞതാ. പെണ്ണുങ്ങളെത്തിക്കാണ് പോകുമ്പോൾ കുറച്ചൊക്കെ മാനേജർ കക്കുന്നുള്ള കാര്യം പറഞ്ഞതാ. അതൊന്നിപ്പോൾ അത് നഷ്ടമല്ല, എന്നാലും ഇപ്പോൾ കാലം വരെ കിട്ടിയില്ലേ. അപ്പോൾ ഒരു നിലക്ക് ഇവനെപ്പറ്റി എന്ത് വിചാരിക്കുക? ഇതൊരു അക്കല് പോയ അവസ്ഥ തന്നെ. അവനെ സ്വയം അവൻ നഷ്ടപ്പെടുത്തിയല്ലോ. മനസ്സിലായില്ലേ? ഭാര്യയോട് പ്രേമമുള്ളത് കൊണ്ടോ നഷ്ടപ്പെടുത്തിയില്ലേ? ഞങ്ങൾ മുസ്തഫ റസൂലുള്ളാഹിനോട് പ്രേമം ഉണ്ടായിട്ട് ഇക്കാലം വരെ എന്താ നഷ്ടപ്പെടുത്തിയത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രേമം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താ ഇക്കാലം വരെ നഷ്ടപ്പെടുത്തിയത്? എന്താ നഷ്ടപ്പെടുത്തിയത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രേമമുണ്ടായതുകൊണ്ട് എന്താണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്? പറയും. നിങ്ങളെന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രേമമുണ്ടായതുകൊണ്ട് എന്താണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മുജാഹിദ് വിഭാഗം 6-7 കഷ്ണായി. 6-7 കഷ്ണായി. ഈ 7 കഷ്ണവും പറയാണ് എന്ത്? ഓരോരോ ഇവർ പറയുന്നേക്കാൾ മറ്റൊരു പറയുന്നത് സുന്നികൾ മുശ്രിക്കാണ്, ഒരു അരക്കൈശന് പറ്റൂല, ഒരു നല്ലവരല്ല, ഒരു സ്വർഗത്തിക്കല്ല, ഒരു ശിർക്കിൻ്റെ ആളുകളാണ്. ഇത് ഇവർ പറഞ്ഞതിനേക്കാൾ മറ്റൊരു പറയാം, മറ്റൊരു പറഞ്ഞതിനേക്കാൾ മറ്റൊരു പറയാം, മറ്റൊരു പറയാം. 7 കഷ്ണവും പറയുന്നത്. പണ്ട് ഇവർ കഷ്ണാകാതെ ഒറ്റൊന്നാണെങ്കിൽ നമുക്ക് ഒരു ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 7 വിഭാഗത്തിനെ കൊണ്ട് ശല്യമാണ്. എന്തേ? അവർ പറയുന്നതിനൊക്കെ ഒരു ആത്മാർത്ഥമുണ്ട്. തിരിച്ച് സുന്നികളുണ്ടായി. എന്താ 2 കൂട്ടരുടെ അവസ്ഥ? 2 കൂട്ടർ ഇപ്പം പറയുന്നത് നമ്മൾ മുജാഹിദിനെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല. 2 കൂട്ടർക്കും വഹാബിസത്തോടുള്ള അകലം കുറഞ്ഞു. 2 കൂട്ടർക്കും വഹാബിസത്തോട് അകലം കുറഞ്ഞു. 2 കൂട്ടർക്കും. എന്താ വിഷയം? വിഷയം നമ്മളെ പിശാച് സ്വാധീനിച്ചു. ഈ ഒരു നന്മയുടെ അടിസ്ഥാന നന്മയാണ്. മറ്റൊരു പിശാച് സ്വാധീനിച്ചിട്ടില്ല. അതുകൊണ്ട് ബിദ്അത്ത് എന്നാൽ പിശാചിൻ്റെ ഒരു കളിയാണ്.
അഴിഞ്ഞ് പിശാച് സ്വാധീനിക്കൂല. അവർ കഷ്ണമായാലും അവരെ വീര്യം കുറയില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനം അവരുടെ തലയിൽ ആരാളുള്ളത്? പിശാച. അതേ സമയത്ത് സുന്നികളെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹിൻ്റെ സഹായമില്ല. എന്തുകൊണ്ട്? നമുക്ക് ആത്മാർത്ഥമില്ല. നമ്മൾ എന്ത് നഷ്ടപ്പെടുത്താനാണ് തയ്യാറുള്ളത്? ഇന്ന് ഇവിടുത്തെ പ്രമുഖമായ 2 സുന്നികളും ഇപ്പോൾ പരമാവധി അടുക്കാൻ നോക്കുകയാണ് വഹാബികളോട്. അപ്പം എവിടെ നമുക്ക് നഷ്ടം? നമുക്ക് റസൂലുള്ളാഹിനോട് പ്രേമമുണ്ട് എന്നതിൻ്റെ പേരിൽ നഷ്ടം. എന്താണ് നഷ്ടം?